ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നിങ്ങളോടൊപ്പം വന്ന് സംബന്ധിപ്പാൻ ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന കഥാവിദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് പോലെയുള്ള ഇപ്പോൾ സഭാ ശുശ്രൂഷയിൽ ലീഡർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാവിദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ, ഈ സഭയുടെ അസോസിയേറ്റ് പാസ്റ്റർമാർ പാസ്റ്റർ റോയ് ജോർജ്, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം നാട്ടിൽ ആയിരിക്കുന്നു. അങ്കമാലി സെന്ററിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുന്നു. സഭ അക്കാര്യത്തിൽ സഹകരിക്കുന്നു. അവിടെ നാളെ ഒരു ഹോളിന്റെ ഉദ്ഘാടനം പറ്റുമുണ്ട്. എന്റെ ഭാര്യയുടെ സഹോദരൻ ആ സെന്ററിന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം അവരോട് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. ആ സെന്റർ വളരെ അനുഗ്രഹമായിട്ട് പോകുന്നു. ആ സെന്ററിന്റെ രൂപീകരണത്തിലും അതിന്റെ വളർച്ചയിലുമൊക്കെ പങ്കുവഹിക്കാനുള്ള അവസരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാ സഹായ സേവനവും അവിടുത്തെ വേലയ്ക്ക് അനുഗ്രഹമായിരിക്കുന്നു. ആ വേലയെ ഓർത്ത് തുറന്നും പ്രാർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നു. കല്ലിശ്ശേരി സഭയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ജെൻസൺ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് പരിചിതരായ പല പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2005 ഈ വർഷിപ്പ് സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ വരുവാനിടയായത്. എന്നാൽ പാസ്റ്റർ വിൽസൺ ജോസഫ് അവരുമായിട്ട് മിക്ക സമയങ്ങളിലും നാട്ടിൽ കാണാനും ഒരുമിച്ച് സഹകരിപ്പാനും ഞങ്ങൾക്കിടയാകുന്നു. ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം ദൈവമായിട്ട് ഞങ്ങൾക്കുണ്ട്. ഈ സഭയിലെ എല്ലാ ദൈവമക്കളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ അത് മുഖാന്തരമായിട്ട് ദൈവം ഇടയാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നിവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നത് അദ്ദേഹം ഓർപ്പിച്ചതുപോലെ ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അന്ന് വന്നതും 2005 വന്നതും അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോഴിവിടെ വന്നിട്ടുണ്ട്. ആ വന്നതെല്ലാം ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു. സ്റ്റേറ്റ് കൗൺസിലും പ്രസിഡന്റിലൊക്കെ ഉണ്ട്. സെൻട്രൽ പാസ്റ്ററായിട്ട് പുനവേലി സെന്ററിൽ സെൻട്രൽ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. സ്റ്റേറ്റ് മിഷൻ ബോർഡിന്റെ ചെയർമാനായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. ആ ശുശ്രൂഷകളെല്ലാം ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നിർവഹിച്ചു വരുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് 40 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് 2 വർഷം മർത്തോമ സമുദായത്തിൽ സുവിശേഷകനായി സേവനമനുഷ്ഠിപ്പാനായിട്ടിടയായി. ഈ ദീർഘവർഷങ്ങൾ ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി ഇളയനെ ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. കേരളത്തിലുടനീളം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് ഇവിടെ വന്നുപോയ ഇവാഞ്ചലിസ്റ്റ് PC തോമസ്. മുമ്പ് അദ്ദേഹം ഈ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണം. ശാരീരികമായി അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്. ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. 1985 ആരംഭിച്ച ആ പ്രവർത്തനം ഇപ്പോൾ 30 വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സഭയുടെ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊരു നോൺ ഡിനോമിനേഷണൽ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് ആ പ്രവർത്തനം രജിസ്റ്റർ ചെയ്ത് നടന്നു വരുന്നതാണ്. കേരളത്തിലെ എല്ലാ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും അതിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്നു. ചച്ചുകോട് സഭയിൽ നിന്നുള്ള ആളുകൾ അതിലുണ്ട്. ഇവിടെ വന്ന് ഗ്രീറ്റിംഗ്സ് പറഞ്ഞ PC തോമസ് അസംബ്ലീസ് ബോർഡിന്റെ പ്രതിനിധിയാണ്. പാസ്റ്റർ ടൈറ്റസിന് അറിയാവുന്ന പാസ്റ്റർ വിജയൻ തോമസ് ഷാരോൺ ഫെലോഷിപ്പിന്റെ സെൻട്രൽ പാസ്റ്ററും കൗൺസിൽ അംഗവുമാണ്. അദ്ദേഹത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. പ്രൊഫസർ പാസ്റ്റർ TC ഗോൾസി ചെയർമാനായിട്ടും അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം ഇതിന് നേതൃത്വം നൽകുന്നു. പല സഭകൾ ഒരുമിച്ച് ചേർന്ന് നടത്തപ്പെടുന്ന ഒരു നോൺ ഡിനോമിനേഷണൽ മൂവ്മെന്റ് ആണ്. അത് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇന്നും അതിനോടൊപ്പം ഉണ്ട്. 30 വർഷമായിട്ടും പ്രസ്ഥാനങ്ങൾ പലത് ഒന്നിച്ചു ചേർന്ന്, പല സഭകൾ ഒന്നിച്ചു ചേർന്ന്, പല വ്യക്തികൾ ഒന്നിച്ചു ചേർന്ന് ചെയ്തിട്ടും ഒരു കേട് കൂടാതെ ദൈവം അതിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ ദൈവമക്കളുടെയും എല്ലാ സഭകളുടെയും സഹകരണവും കൂട്ടായ്മയും ആ പ്രവർത്തനത്തിന് ലഭിക്കുന്നുണ്ട്. ജീവക്കാരന്റെ പ്രവർത്തനം നമ്മുടെ പ്രസംഗത്തിന് മുൻപിലാണ്. കൺവെൻഷനുകള്, പ്രസംഗങ്ങള്, ക്രൂസേഡുകള്, ക്ലാസുകള് എല്ലാം നടത്തും. എന്നാൽ ഇവാഞ്ചലൈസേഷന്റെ മറ്റൊരു മാർഗമാണ് മീഡിയ ആണ് ചാരിറ്റി വർക്ക്. നമുക്ക് ഇലക്ട്രോണിക് മീഡിയാസും ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാരുടെ അടുക്കിലേക്ക് റീച്ച് ചെയ്യുന്നില്ല. സാധാരണക്കാരെ റീച്ച് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് പോവുക തന്നെ വേണം.
നമ്മൾ വിളിച്ച് വെൽക്കം, ഇവിടേക്ക് വന്നാൽ പ്രസംഗം കേൾപ്പിക്കാന്ന് പറയുന്ന സ്ഥാനത്ത് വരാത്തവരെ അങ്ങോട്ട് ചെന്ന് കണ്ട് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് അവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് അച്ഛന്മാർ ചെയ്തത്. ചികിത്സാ സഹായം കൊടുക്കണം, ആശുപത്രികൾ സന്ദർശിക്കണം, അതുപോലെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു. അതുപോലെ സമൂഹത്തിൽ അവശതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളെ അവരുടെ ആവശ്യം പരിഗണിച്ച് സഹായിക്കുക. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാൻ എന്നെ എത്ര സ്നേഹിക്കുന്നോ, എന്റെ കാര്യങ്ങൾക്ക് എത്ര കൺസേൺ ആണോ, അത്രയും കൺസേൺ അയൽക്കാരന് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് മാറി കിട്ടും. അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്ക് തന്നതെല്ലാം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടിയാണ്. നിങ്ങളത് ചെയ്യാത്തവരായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നവർ ഇതറിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ദൈവം നമുക്ക് തന്ന നന്മയിൽ നിന്ന് ദൈവത്തിന്റെ വചനപ്രകാരം ചെയ്യുന്ന ഒരു സേവനം മാത്രമാണ്. നമ്മൾ എന്തെല്ലാം ചെയ്താലും ഒടുവിൽ നമുക്ക് പറയാറുള്ളത് ഞങ്ങൾ അപ്രയോജന ഭൃത്യന്മാരാണ് എന്ന് മാത്രമാണ് പറയാറുള്ളത്. ദൈവം നമുക്ക് തന്ന നന്മ, ദൈവം നമുക്ക് തന്ന ഭൗതിക നന്മകള്, ദൈവം നമുക്ക് തന്ന സൗകര്യങ്ങൾ, ആരോഗ്യം, കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടെ അതിന്റെ ബെനിഫിറ്റ് പ്രയോജനം ലഭിക്കത്തക്കോണം നമ്മൾ വിചാരിച്ചാൽ ധാരാളം സേവനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ വിൽസൺ ജോസഫ് ദൈവം അദ്ദേഹത്തിന് നന്മകൾ നൽകിയിട്ടുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം നന്മ അനേക ദൈവദാസന്മാർക്ക് സഭയെ വന്നാലും വന്നില്ലേലും അവരെ ഒക്കെ കണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വേലയിൽ സെൻട്രലിനെ സഹായിക്കുന്നു, അങ്കമാലിയെ സഹായിക്കുന്നു, കർണാടക റീജിയനെ ഏറ്റെടുത്ത് അതിനെ സഹായിച്ചു, റീജിയൻ വിട്ടിട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ പ്രാപ്തിപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള 100 fold 1000 fold നന്മകൾ പിന്നെയും കൊടുക്കും. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കൊടുക്കുന്നവർക്ക് ദൈവം നൽകും. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞാണ് ആളുകളെ വല്ലതൊക്കെ വാങ്ങിക്കുന്നത്. അവർക്ക് ആ പ്രതിഫലം ഗുണം പാവപ്പെട്ടവരും. ഞങ്ങള് വെറും കുഴലുകൾ പോലെയാണ്. ഞാനിതിന്റെ ബെനിഫിഷ്യറി അല്ല. പി.സി. തോമസ് സാറ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ടയർഡായി സർവീസിൽ ഇരിക്കുമ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ റിട്ടയർഡ് നല്ല പെൻഷനുണ്ട്. അദ്ദേഹത്തിന് ഭാര്യ റിട്ടയർഡ് എച്ച്.എം. ബിഷപ്പ് ആണ്. അവർക്കൊക്കെ ജീവിക്കാൻ ഭാഗ്യമുണ്ട്. മറ്റെല്ലാ ഭാരവാഹികളും ഇതിന്റെ ബെനിഫിഷ്യറീസ് അല്ല, ഇതിന്റെ ശമ്പളമോ ഒന്നും എടുക്കുന്നവരല്ല. ഞങ്ങൾക്കൊക്കെ ദൈവം തന്ന കഴിവുകളും സ്വാധീനവും ഈ കാര്യത്തിലൂടെ വിനിയോഗിച്ച് പ്രവർത്തിക്കുന്ന 55 ഫുൾ ടൈം സ്റ്റാഫുകളുണ്ട്. അതുപോലെ 5 ഓർഫണേജ് ഞങ്ങൾ നടത്തുന്നു. കല്ലിശ്ശേരി ഒരു ഓർഫണേജ് ഉണ്ട്. മണിപ്പൂരിൽ 2 സ്ഥലത്ത് മണിപ്പൂരിലെ സേനാപതിയിൽ 100 കുട്ടികളെ താമസിപ്പിച്ച ആദിവാസി കുട്ടികളാണ്. ക്രിസ്തീയ ശിക്ഷണം നൽകി, എഡ്യൂക്കേഷൻ നൽകി, വിദ്യാഭ്യാസത്തിലൂടെ ദൈവം വെളിച്ചം അവർക്ക് പകർന്നു കൊടുക്കുന്നു. പൊക്രൂൺ എന്ന് പറയുന്ന ബർമയുടെ ബോർഡറിൽ ഒരു സ്കൂൾ ഓർഫണേജ് ഉണ്ട്, 20 കുട്ടികൾ. അതുപോലെ ഡിമാപൂരിൽ, നാഗാലാൻഡിൽ ഒരു സ്കൂൾ നടത്തുന്നു. ഒറീസയിലെ കണ്ടമാൽ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച് കൊന്ന സ്ഥലമാണ്. അവിടെ 20 കുട്ടികളെ താമസിപ്പിച്ച് വളർത്തുന്നു. മൊത്തം 200 കുട്ടികളെ ഈ അച്ഛന്മാർ ഇപ്പോൾ സംരക്ഷിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒരു ക്രിസ്തുവിന് നല്ല ഭടരായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ സഹായം കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ സുവിശേഷീകരണത്തിന്റെ ഒരു മീഡിയ ആയിട്ട് ഞങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എറണാകുളം ജില്ലയിലെ വൈപ്പിനിലും കോട്ടയം ജില്ലയിൽ കുമരകത്തും 2 മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു. ഈ മാസം കാസർഗോഡ് 2 ക്യാമ്പുകളും വയനാട്ടിലും ഇടുക്കിയിലും ഓരോ ക്യാമ്പുകളും നടത്തുകയാണ്. ഒരു ക്യാമ്പിന് 30,000 rupees 300-ലധികം രോഗികൾക്ക് ആ ക്യാമ്പിൽ പരിശോധിച്ച മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കാം. ഈ ആളുകൾ രക്ഷിക്കപ്പെട്ടവരോ വിശ്വാസമുള്ളതല്ല. അവർ ഈ ക്യാമ്പിൽ വരുമ്പോൾ അവർക്ക് ഡോക്ടർമാർ പരിശോധിക്കും. നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് അളാപ്രതിവേദന നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രസ് ചെയ്തിട്ട് ഒരു പാക്കറ്റ് ഗോസ്പൽ അവർക്ക് കൊടുക്കാൻ കഴിയും. ഈ 30,000 രൂപയ്ക്ക് 300 പേര് നമുക്ക് റീച്ച് ചെയ്യാൻ കഴിയുമ്പോൾ അവർ നോൺ ക്രിസ്ത്യനോ രക്ഷിക്കപ്പെടാത്തവരാണ്.
എന്നാൽ 3 ലക്ഷം മുടക്കി കൺവെൻഷൻ നടത്തിയാലും ആ ജാതി ഒരെണ്ണം പോലും നമ്മുടെ യോഗത്തിൽ വന്ന് പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ സുവിശേഷം കേൾക്കേണ്ട ആളുകൾ നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. വിശ്വാസികൾ കേട്ട് സന്തോഷിക്കുക മാത്രമാണ്. കൺവെൻഷൻ നല്ലതാണ്, പക്ഷെ അതിന്റെ ബെനിഫിറ്റ് സുവിശേഷം കേൾക്കേണ്ട ആളുകൾക്ക് കിട്ടുന്നില്ല. അതിന് പകരം നമ്മൾ സെലക്ട് ചെയ്ത മീഡിയ ആണ് ഈ മെഡിക്കൽ ക്യാമ്പുകൾ. ഇതുപോലെ ധാരാളം സേവനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വളണ്ടിയേഴ്സ് സേവനമനുഷ്ഠിക്കുന്നു, 100 കണക്കിന് പ്രയർ സെല്ലുകൾ, പ്രയർ ഗ്രൂപ്പുകൾ, ഇതെല്ലാം ശക്തമായ പ്രവർത്തനം. ഇന്ത്യയിലെ 20-ലധികം ഭാഷകളിൽ ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. ഇന്ത്യയിലെ 20-ലേറെ സ്റ്റേറ്റുകളിൽ ഇതിന്റെ കമ്മിറ്റികളും പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ സമയമെടുക്കുന്നില്ല. ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഏതാനും കോപ്പി ബ്രോഷർ ഇന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ സമാപനമാണ്. നാളെ കഴിഞ്ഞ് മടങ്ങി പോകുന്നു. കൊണ്ടുവന്ന ബ്രോഷറുകളൊക്കെ തീർന്നു പോയി. കുറച്ച് കോപ്പിയുണ്ട്. ഇനി ഒരു സഭയിൽ കൂടെ ഇത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യണം. നാളെ പോലുള്ള ഓർമ്മിച്ചതുപോലെ ഈ വർഷിപ്പ് സെന്ററിന്റെ 2ാമത്തെയോ 4ാമത്തെയോ ഹോളിൽ താഴെ HMയുടെ ഒരു പ്രൊമോഷൻ മീറ്റിംഗ്, ഫണ്ടൊന്നും പിരിക്കാനല്ല, പണപ്പിരിവ് നടത്താനല്ല, താല്പര്യമുള്ള എല്ലാവർക്കും അവിടെ വരാം. വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കാളികളാകാം. മറ്റു പലരോടൊക്കെ പറയാം, അറിയാത്തവരോടൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പിന്നീട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഈ വേലയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ഇടയായിരിക്കും. അപ്പൊ ആ കാര്യത്തിന് വേണ്ടി താല്പര്യമുള്ള സഹോദരന്മാർക്കും നാളെ 8 മണി മുതൽ നടക്കുന്ന ആ മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കാം. താഴത്തെ ഏത് ഹോളാണോ അവൈലബിൾ എന്ന് വെച്ചാൽ അതിൽ ആയിരിക്കും 4-ലോ 2-ലോ. അപ്പൊ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഇത്രത്തോളം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ടൈറ്റസ് നേരത്തെ ഓർമ്മിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ് എന്റെ സ്നേഹിതനാണ്. ഞങ്ങൾ വളരെ അടുത്ത സഹപ്രവർത്തകരാണ്. ടൈറ്റസിന്റെ മകന്റെ കൂടെ അവര് സഹവിദ്യാർത്ഥികളായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ അന്ന് മുതലുള്ള സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹവും ഒരു ക്രിസ്തുദാസന്റെ മകൻ എന്നുള്ള നിലയിൽ വളരെ ദർശനമുള്ള, വീക്ഷണമുള്ള, ഇന്ത്യൻ മിഷനെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു ക്രിസ്തുദാസനാണ്. സാഹചര്യം വെച്ചാൽ, ഭാഗ്യം വെച്ചാൽ നമുക്കിവിടെ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വരുന്ന നാളുകളിൽ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്തോത്രം. ദൈവത്തിലേക്ക് നമുക്ക് തിരികെ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 14, 15, 16. നമ്മൾ ഇന്ന് ആരാധനയ്ക്കായിട്ടാണ് വന്നത്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, ദൈവത്തെ സേവിക്കുന്നവരാണ്. നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ചില ക്വാളിറ്റികൾ അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായ രക്ഷിക്കപ്പെട്ട വൃതന്മാരായ ദൈവമക്കൾക്ക് എഴുതിയ ലേഖനമാണിതെന്ന് കാണാൻ കഴിയും. അപ്പൊ 4 സ്ഥലങ്ങളിൽപ്പെട്ട അന്നത്തെ അറിയപ്പെടുന്ന സഭകൾക്ക് എഴുതി അയച്ച ഒരു ലേഖനമാണ് 1 പത്രോസിന്റെ ലേഖനം. ഈ ലേഖനം ഓരോ സഭകളിലും വായിച്ച് കേൾപ്പിക്കാൻ ആള് വെച്ച് കൊടുത്തയച്ച് അവിടെയുള്ള ആളുകളെ പ്രബോധിപ്പിച്ചിട്ട് അടുത്ത സഭയിലേക്ക് പോകുന്നു. അന്ന് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പൊ എല്ലാ സഭകൾക്കും വേണ്ടി എഴുതിയ ലേഖനം ഷാർജ IPC വർഷിപ്പ് സെന്ററിലെ ദൈവമക്കൾക്കും പ്രസക്തമാണ്. എന്താണ് ഇതിലെ പ്രത്യേക പ്രമേയം? എന്താണ് എഴുതിയത്? ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെ ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇവിടെ ഇതിനകത്ത് വന്നത്. പലര് ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയവരുണ്ട്, പക്ഷെ അവരാരും നിലനിൽക്കുന്നില്ല. എന്നാൽ ദൈവം വിളിച്ചിട്ട് ഇതിനകത്ത് വന്നവർ നിലനിൽക്കും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവത്തെ തിരഞ്ഞെടുത്ത പലരുണ്ട്, ദൈവത്തെ വിളിച്ചോണ്ട് വന്ന ആളുകൾ. പക്ഷെ അവര് ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തവരാണ്. ദൈവത്തെ വിളിച്ചോണ്ട് വരുന്നുണ്ട്, ശരി, നമ്മള് അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, വിശ്വാസി ആയതുകൊണ്ട് വെളുപ്പിനെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. അതൊരു ചടങ്ങ് മാത്രമാണ്. എന്നാൽ ദൈവം വിളിച്ച് ഇറക്കിയ ആളുകൾ അതിന്റെ റിസൾട്ടും അതിന്റെ അനുഭവങ്ങളും വെളിപ്പെട്ട് കാണാനായിട്ടിടയായിത്തീരും. അപ്പൊ ദൈവം വിളിച്ചതാണ് എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ പ്രത്യേകമായ പ്രതിപാദ്യ വിഷയം.
കൊന്തോസുകാരെ ദൈവം നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഗലാത്യക്കാരെ, കപ്പദോന്യക്കാരെ, ആസ്യക്കാരെ, ബിത്തുന്യക്കാരെ ദൈവം നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അതാണ് ഈ വാക്യങ്ങളിൽ പ്രസക്തമായിട്ട് കാണാൻ കഴിയുന്ന 14 വാക്യം വീണ്ടും വായിക്കാം. പണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എന്തിനാണ് ദൈവം വിളിച്ചത്? 5 കാര്യങ്ങൾ ഈ 1-ാം പുസ്തകത്തിൽ കാണുന്നുണ്ട്. 5 കാര്യങ്ങൾ. ആ 5 കാര്യം സമയ പരിധിക്കുള്ളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 14 വാക്യത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്തിന്? വൈ യു ആർ കോൾഡ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഷാർജയില് IPC വർഷിപ്പ് സെന്ററില് നല്ല ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ നമുക്കൊരു അഭിമാനമാണ്. ഒത്തിരി ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ട്. വലിയ കൂട്ടമാണെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സന്തോഷം. എല്ലാവരുമായിട്ടൊക്കെ ഒരു കൂട്ടായ്മയൊക്കെ വലിയ സന്തോഷമാണ്. അത് നമുക്കുള്ള സന്തോഷം. പക്ഷേ ദൈവം നമ്മെ നോക്കുമ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടിയല്ല, ഇവിടെ എത്ര വിശുദ്ധന്മാരുണ്ടെന്ന് നോക്കുന്നത്. ദൈവം വിളിച്ചത് ഇതിനകത്ത് വന്ന് 5 മണി മുതൽ 8 മണി വരെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാനല്ല. അത് പാസ് നോക്കിക്കോളും. വരാത്തവരെ പിന്നെ വിളിച്ചോളും. ഇവിടെ അറ്റൻഡൻസ് ഉണ്ടോ എന്ന് നോക്കാനല്ല കർത്താവ് വരുന്നത്. ഇവിടെ എത്ര വിശുദ്ധന്മാരുണ്ട്. ഷാർജ IPC വർഷിപ്പ് സെന്ററിൽ ആരാധിക്കുന്ന ആളുകൾ വിശുദ്ധന്മാരാണോ? അതാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാതെ, നമ്മുടെ ക്വാളിറ്റി ശ്രദ്ധിക്കാതെ നാം മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അപകടകരമായ ഒരു രംഗത്താണ് നാം ജീവിക്കുന്നത്. ലോകം വളരെയധികം പുരോഗമിച്ചു. ശാസ്ത്രത്തിലും ടെക്നോളജിയിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും വരുമാനത്തിലും ജീവിത സാഹചര്യങ്ങളിലും സമ്പാദ്യത്തിലും സ്റ്റാറ്റസിലും ഒക്കെ വലിയ മാറ്റമായി. അപ്പൊ ഇതിനകത്ത് ഈ ആത്മീയം കിടന്നിങ്ങനെ ഞെരുങ്ങുക, ആത്മീയമായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നത് കാണാൻ കഴിയും. കേരളത്തിലുണ്ട് അങ്ങനെ, ഗൾഫ്നാടുകളിലുണ്ട്, അമേരിക്ക നയിക്കുന്ന ആളുകൾ ചെല്ലുമ്പോഴൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് ചെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥ രാജ്യങ്ങൾക്കനുസരിച്ച് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ ഞായറാഴ്ച വർഷിപ്പ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ഇവിടുത്തെ നിയമം അനുസരിച്ച് വെള്ളിയാഴ്ച ഓഫ് ഡേ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ആരാധിക്കാൻ പറ്റും. അതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളിലൊന്നും വചനത്തിൽ അയവ് വരുത്തുകയോ വെള്ളം ചേർക്കുകയോ ഇളവ് അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ പ്രമാണത്തിനും ഓരോ അയവും വരുത്താൻ ദൈവത്തിന് താല്പര്യമില്ല. വചനത്തിൽ അതിന് വ്യവസ്ഥയില്ല. ദൈവദാസന്മാർക്ക് അതിന് എക്സെപ്ഷൻ കൊടുക്കാൻ കഴിയത്തില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. എല്ലാ നടപ്പിലും പകൽ വിശുദ്ധരായിരിക്കണം, രാത്രിയിൽ വിശുദ്ധരായിരിക്കണം, ജോലിസ്ഥലത്ത് വിശുദ്ധരായിരിക്കണം, പോക്കിലും വരവിലും സന്ദർശനത്തിലും ബന്ധങ്ങളിലും ഇടപെടലുകളിലും നമ്മുടെ എല്ലാ നടപ്പിലും നാം വിശുദ്ധരായിരിക്കണം. യാതൊരു മാറ്റവുമില്ല, നയമില്ല. വളരെ ശക്തമായ ഒരു പ്രബോധനമാണ്. എങ്ങനെയാ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദിവ്യപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യം പത്രോസ് ഇവിടെ കോട്ട് ചെയ്ത് അവരെ പ്രബോധിപ്പിച്ചുറപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ദൈവം വിശുദ്ധരായതുപോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. പത്രോസിനെ പോലെ ആകാൻ പറഞ്ഞില്ല, പൗലോസിനെ പോലെ ആകാൻ പറഞ്ഞില്ല, സെക്രട്ടറിനെ പോലെയോ സ്റ്റേറ്റ് പ്രസിഡന്റിനെ പോലെയോ നിങ്ങൾ വിശുദ്ധരാകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചില ഇളവുകളൊക്കെ വന്നേനെ. അങ്ങനെയല്ല പറഞ്ഞത്. കർത്താവ് വിശുദ്ധരാകിയാൽ വിളിച്ച വിശുദ്ധരൊന്നുവേണം അനുസരണമുള്ള മക്കളായി അതിന് തക്കവണ്ണം നമ്മൾ വിശുദ്ധരാകണം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ ഭാഗം ഇനി അധികം ഞാൻ വിസ്തരിക്കുന്നില്ല. വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും അത് നമ്മുടെ വിളിയുടെ ഒന്നാമത്തെ കാര്യം. വൈ വി ആർ കോൾഡ് ഫോർ എ ഹോളി ലൈഫ്. നമ്പർ 2, 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളെ വിളിച്ചവന്റെ അപ്പൊ നിങ്ങളെ അവിടെ വിളിച്ചിരിക്കുക. ഈ 5 സഭക്കാരെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുക. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം, കർത്താവിനെ സാക്ഷിക്കണം. അതിവിടെ ചെയ്യണം. നമ്മുടെ റേഞ്ചിലുള്ള നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം യേശുവിന്റെ സാക്ഷ്യം നിർവഹിക്കണം. 30 കൊല്ലമായ വിശ്വാസ ജീവിതത്തിൽ 15-20 കൊല്ലമായ ലോക്കൽ സഭയിൽ ഒരാളോട് പോലും യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ കഷ്ടമാണ്. നിങ്ങളെ വിളിച്ചത് സഭായോഗത്തിൽ പങ്കെടുക്കാനും ഇടക്കൂട്ടങ്ങളിൽ പങ്കെടുക്കാനും കോട്ടേജ് മീറ്റിംഗ് പങ്കെടുത്ത് ഇരിക്കാനും ലോകപ്രകാരമുള്ള ജോലികളൊക്കെ ചെയ്ത ഇങ്ങനെ ഒരു പൊത്തുവരുത്ത ജീവിതം നയിക്കാനല്ല, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് വിളിച്ചത്. വിളിച്ചല്ലോ കർത്താവിന്റെ ദാസന്മാർ ചിലര് തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുണ്ട്. അവർ ദൈവവേല ചെയ്യുന്നവരാണ്, സഭ നയിക്കുന്നവരാണ്, പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ്. അവർ മാത്രമല്ല ഇവാഞ്ചലൈസേഷന് ഉത്തരവാദിത്തമുള്ളത്. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ സാക്ഷ്യം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ഓൾ ബിലീവേഴ്സ്, ഓൾ സിസ്റ്റേഴ്സ്, ഓൾ യങ്സ്റ്റേഴ്സ്, എല്ലാ യുവതിവാക്കന്മാർക്കും എല്ലാ സഹോദരിമാർക്കും ഉള്ള ഉത്തരവാദിത്തമാണ്. എല്ലാവരും വേലക്കറിയണമെന്ന് പറഞ്ഞില്ല. ജോലികൾ ചെയ്യുന്ന സ്ഥാനത്ത് ഒരു റിയൽ ക്രിസ്ത്യൻ വിറ്റ്നസിംഗ്, ആ ആളുകൾ നമ്മെക്കുറിച്ച് അറിയണം. ബന്ധക്കോസ്തുകാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആളുകൾ അറിയണം അയാളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന്, അവളൊരു നല്ല വിശ്വസ്തതയുള്ള ആളാണ്, അവൾ പ്രാർത്ഥിക്കുന്നവളാണ്, അവളൊരു വിശ്വാസിയാണെന്ന് ആളുകൾ അറിയണം. യുവജനങ്ങളെ ജീവിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ യേശുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യേശു നമ്മെ രക്ഷിച്ചു. രക്ഷിക്കപ്പെടാത്ത ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം മറ്റുള്ളവർ അറിയത്തക്കോണം അവരോടൊന്ന് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഒരിക്കലും ജോലിക്ക് പോയ ഒരാള് അഴുന്നൂറൊക്കെ വിളിക്കും, പാസ്റ്റൊക്കെ വിളിക്കും. നാട്ടിൽ വന്നു, പിന്നെ എവിടാ അവിടെ സഭയിലൊക്കെ പോകുന്നേ? അവിടെ സഭയുണ്ടെന്ന് നമുക്കറിയാം. അവിടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടല്ലോ, വല്ല പ്രയാസമൊക്കെ നേരിട്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അവിടെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ക്രിസ്ത്യാനിയാണ്, അവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. അപ്പൊ ഇവിടുത്തെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വിളിച്ച് ഒത്തിരി നല്ല കുറ്റങ്ങളൊക്കെ പറയും. ഇത്തരം സാക്ഷ്യ നിർവഹണമല്ല, ആളുകൾ അറിയണം വി ആർ റിയൽ ക്രിസ്ത്യൻസ്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിർവഹിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. എവിടെ നിന്ന്? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, എന്നെ വിളിച്ചിരിക്കുന്നു. ഫ്രം ഡാർക്ക്നെസ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ച യേശുവിനെ സാക്ഷിക്കണം. അങ്ങനെ വിളിച്ച് വെറുതെ ഒരു സാധാരണക്കാരനാക്കിയതല്ല, നമുക്ക് ധാരാളം പ്രത്യേക അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്. വിളിച്ചവരെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ കോണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, ഒരുപാട് പദവികൾ നമുക്ക് തുല്യം ചാർത്തി തന്നിട്ടുണ്ട്. നമ്മെ ദൈവം വിളിച്ചിട്ട് രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ വംശമാക്കി, സ്വന്തം ജനമാക്കി, തന്റെ സ്വന്തം ജനമാക്കി തീർത്തു. ഇത്രയും അംഗീകാരം നമുക്ക് തന്നപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാ വിട്ടാതിരിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് വിട്ടാതിരിക്കുന്നത്? ഈ തന്ന സ്ഥാനങ്ങളെക്കുറിച്ചും അംഗീകാരത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഈ അംഗീകാരത്തെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാതെ പോകുന്നില്ലേ? അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ 10-ാം വാക്യം, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴും ദൈവത്തിന്റെ ജനം. നമ്മൾ വലിയ കേന്ദ്രന്മാരാണെന്നൊക്കെ പറയുമ്പോഴും തമ്പുരാന്റെ ദൃഷ്ടിയിൽ അതിനൊരു വിലയില്ലെന്ന്. നിങ്ങൾ വലിയ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് പണ്ട് ഞങ്ങൾ ആരായിരുന്നറിയാവോ ഒക്കെ വലിയ ഒത്തിരി പറയുമ്പോൾ തമ്പുരാൻ തൊക്കിച്ച് പറയും, മുമ്പ് നീ ആരുമല്ലായിരുന്നു, യു ആർ നോബഡി, യു ആർ നോബഡി. നീ പണ്ട് ആരുമല്ലായിരുന്നു, ജനമല്ലായിരുന്നു, ആരും നിന്നെ പരിഗണിച്ചില്ല, ആരും നിന്നെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം.
മുമ്പേ കരുണ ലഭിക്കാത്തതായിരുന്നു. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നവർ, ആരും പരിഗണിക്കാതിരുന്ന ആളുകൾ, ആരും അംഗീകരിക്കാതിരുന്ന ആളുകൾ. ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. മുമ്പേ ജനമല്ല, ഇപ്പോൾ ദൈവത്തിന്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇതൊന്ന് ഓർത്തു നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഈ പദവി നമുക്ക് തരാൻ നമ്മെ വിളിച്ച് ഈ സ്ഥാനങ്ങളൊക്കെ തന്ന യേശുവിനെ ശ്രദ്ധിക്കണം. Why we are called? We are called for witnessing. മൂന്നാമത്തെ കാര്യം, 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, 2:20. അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് എന്തുള്ളൂ, അല്ല നന്മ ചെയ്തെന്ന് കണ്ടു സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് കഷ്ടം സഹിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കഷ്ടം സഹിക്കാൻ കൂടെയാണ്. നമുക്ക് ഇഷ്ടമില്ല, കേൾക്കാൻ പോലും താല്പര്യമില്ല. എല്ലാവരും ഓൾറൈറ്റ് ആയിട്ടിരിക്കുന്നു പറയാനായി ഇഷ്ടം. പക്ഷെ നിർഭാഗ്യവശാൽ ദുഃഖത്തിന്റെ, വേദനയുടെ, രോഗത്തിന്റെ, മരണത്തിന്റെ, ജോലി പോയതിന്റെ, വിസ കിട്ടാത്ത, പ്രൊമോഷൻ കിട്ടാത്ത, പിന്നെ ജോലി കിട്ടാതിരിക്കുന്ന ഉള്ള കഥയും കേൾക്കേണ്ടി വരും. മുമ്പൊക്കെ ഞങ്ങൾ വിചാരിച്ച് നാട്ടിലൊക്കെ ഉള്ള പ്രശ്നങ്ങളോ, ഇവിടെയൊക്കെ വരുമ്പോഴറിയാം നാട്ടിലേക്കാ പ്രശ്നം. അമേരിക്കയിൽ പോയി നോക്കി അവിടെ എല്ലാം സുഖാന്ന് വിചാരിച്ചു. പക്ഷേ ജാഗ്രസ്ഥലങ്ങൾ മുഴുവൻ പ്രശ്നം. അവരെടുത്ത് പറയുന്നത് പ്രശ്നമില്ലാത്തവരെടോ ഇല്ല. പണം കുറെ കൂടെ കിട്ടുമായിരിക്കും, പ്രശ്നത്തിന് കുറവൊന്നുമില്ല. പ്രശ്നമോ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇത് കത്താൻ പറഞ്ഞതോ. ഈ കഷ്ടത നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മൾ ഇവിടത്തേക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരെല്ലാം നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ടവരാണ്. നിത്യതയിൽ എത്തുന്നവരെയുള്ള ഒരു ഷോർട്ട് ടൈം, 70 കൊല്ലം, 80 കൊല്ലം, 90, 100 ഇവിടെ ജീവിക്കണം. ഈ ജീവിതത്തിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ കുറെ സഹിച്ചേ പറ്റൂ. അത് രോഗമായിരിക്കും, സാമ്പത്തികമായിരിക്കും, മറ്റ് കുടുംബകലഹങ്ങളാവും, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാവും, പ്രശ്നങ്ങൾ പലത്. ഇത് നേരിട്ടേ പറ്റൂ, അഭിമുഖീകരിക്കണം. അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പ്രശ്നങ്ങളൊന്നും എനിക്ക് വേണ്ട, ബുദ്ധിമുട്ടൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു പാക്കേജാണ്. സേവനത്തിനകത്തുള്ള ഒരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് കഷ്ടതയുണ്ട്. അതിൽ കൂടെ കടക്കാതെ അപ്പുറത്തെത്താൻ ആർക്കും കഴിയില്ല. നമ്മൾ അഭിമാനത്തോട് പറയും, എന്റെ കുഞ്ഞ് ടെസ്റ്റ് എഴുതി ഇപ്പൊ ഫസ്റ്റ് റാങ്ക് എത്തിയെന്ന്. അതെന്ത് രസം! ഒരു ടെസ്റ്റ് എഴുതിയില്ലേ? ടെസ്റ്റ് പരീക്ഷ, കടുത്ത സമ്മർദ്ദങ്ങൾ സഹിച്ചു, അവർ കടുത്ത ഹാർഡ് വർക്ക് ചെയ്തു. ആ പരീക്ഷയിൽ കൂടെ കടന്നപ്പോൾ റിസൾട്ട് നമ്പർ 1 റാങ്ക് കിട്ടി. അതിനാ ദൈവം നമുക്ക് പരീക്ഷ തരുന്നത്. ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില നാൽക്കവലിൽ ചെക്കായി നിൽക്കുന്ന ചില ട്രാഫിക് ജാമുകൾ ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തുറന്നെടുക്കരുത്. ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്തുള്ള ദൈവത്തിന്റെ വഴി കാണാൻ ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങളാണിത്. കഷ്ടത എനിക്ക് വേണ്ടെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. പഴയ ഭക്തന്മാരോട് ചോദിച്ചാൽ ഒരു കഷ്ടത അനുഭവിച്ചവരും കഷ്ടതയിൽ സന്തോഷിച്ചവരുമാണ്. അബ്രഹാം അതിന് അഭിമാനം കൊണ്ടു. ദാവീദ് പറയുന്നു, നീ എന്നെ കഷ്ടതയിലാക്കിയത് എനിക്ക് ഗുണമായി. നിന്റെ പ്രമാണങ്ങളുടെ വഴി പഠിക്കാൻ അതെനിക്ക് സഹായമായി തന്നു. അപ്പോസ്തലന്മാർ കഷ്ടത അനുഭവിച്ചു. യേശുക്രിസ്തു കഷ്ടതയുടെ മാതൃകയാണ്. ഓരോരുത്തർ കഷ്ടത ഏറ്റവും വലിയ അനുഭവിച്ചു. പത്രോസ് കഷ്ടത അനുഭവിച്ചു. അപ്പോസ്തലന്മാരെല്ലാം കഷ്ടത അനുഭവിച്ചു. വിശിഷ്ട നൂറ്റാണ്ടുകളിൽ ദൈവഭൃത്യന്മാർ കഷ്ടത അനുഭവിച്ചു. നമുക്കും കഷ്ടത ദൈവം തന്നിരിക്കുന്നു. അതിനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ക്രിസ്തലോ നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, സമ്മിശ്രമായ ജീവിതം നമുക്ക് തന്നിരിക്കുമ്പോൾ സുഖം ഇഷ്ടമാണ്, അതിന് സ്തോത്രം. കഷ്ടം വരുമ്പോൾ ആകെ അങ്ങ് വൈബ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങ് ആശ്ചര്യപ്പെട്ട് സർപ്രൈസ്ഡ് ആയിട്ട് വേദനിച്ചു പോവുകയാണ്. കഷ്ടത വരുമ്പോൾ അതിനായിട്ട് സ്തോത്രം ചെയ്യാൻ കഴിയണം. യോബ് കഷ്ടം സഹിച്ചു. ആ കഷ്ടതയുടെ സഹിഷ്ണുതയിലൂടെ ഏറ്റവും മികച്ച ആത്മീക അനുഭവത്തിലേക്ക് വരുവാൻ ഈ യോബിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കഷ്ടത സഹിച്ച, കഷ്ടതയെ നേരിട്ട ദൈവഭക്തന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവമക്കളെ, ഇന്ത്യയിലായാലും ഗൾഫ് നാടുകളാണേലും എവിടെയായാലും കഷ്ടത നമുക്ക് അവകാശമായി തന്നിട്ടുണ്ട്. അത്
സഹിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കർത്താവേ, ഈ കഷ്ടതയ്ക്കായി സ്തോത്രം, ഈ കഷ്ടതയ്ക്കായി സ്തോത്രം, സഹിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കഷ്ടതയും ഒഴിഞ്ഞു മാറത്തില്ല, എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറത്തില്ല. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം നിശ്ചയിച്ചാൽ അത് സഹിച്ചേ പറ്റൂ. പൗലോസ് ഭക്തനായിരുന്നു, ത്യാഗിയായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു. തന്റെ ശരീരത്തിൽ ശൂലം നേരിട്ടപ്പോൾ, തനിക്ക് രോഗം നേരിട്ടപ്പോൾ, തനിക്ക് പ്രശ്നം നേരിട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ബലഹീനനാണ്, നീ ഒരുപാട് കഠിനാധ്വാനമുണ്ട്, ഉറക്കമുണ്ട്, യാത്രയുണ്ട്, ഇതൊന്ന് മാറ്റിത്തരണമേ. 3 വട്ടം പ്രാർത്ഥിച്ചു. തമ്പുരാൻ ആ പ്രാർത്ഥന കേട്ടു. രോഗം മാറ്റിയില്ല, പ്രശ്നം മാറ്റിയില്ല, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടു. പൗലോസേ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. ആ പ്രശ്നത്തിന് മറുപടി തരാൻ എനിക്ക് കഴിയും. ഞാൻ ആ പ്രശ്നം നിങ്ങൾ മാറ്റുന്നില്ല. ആ പ്രശ്നത്തെ വേറെ ചെയ്യാനുള്ള കൃപ ഞാൻ നൽകുന്നത്. നിന്റെ ബലഹീനതയിൽ അതിനെ ഓവർകം ചെയ്യുന്ന എന്റെ കൃപ ഞാൻ നിന്നിലേക്ക് പകരുന്നു. പിന്നീട് പോലും പ്രശ്നം പരിഹരിക്കുക, പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗത്തിലൂടെ പ്രാർത്ഥിച്ചില്ല. ആ പ്രശ്നം ദൈവത്തോട് അറിയിച്ചപ്പോൾ ദൈവം തനിക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തിന്റെ കൃപ നമ്മുടെ ഏത് പ്രശ്നത്തിന്മേലും തികഞ്ഞു വരുന്നതാണ്. നമ്മെ അലട്ടുന്ന പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പേടിക്കണ്ട. ദൈവത്തിന്റെ സ്തോത്രം. ഗർഭാബയിൽ മുമ്പുള്ള ആ പർവ്വതമേ, നീ ആര്? ദൈവത്തിന്റെ കൃപ എന്നോടുകൂടെ ഉണ്ട്. യെരിഹോ കോട്ടെ, നീ എന്നെ തുറച്ചു നോക്കണ്ട, ഇതിനെ തകർക്കാൻ കഴിവുള്ളവൻ എന്റെ കൂടെ ഉണ്ട്. ഏത് പ്രശ്നത്തെ തകർക്കാൻ കഴിയില്ല. ആ ദൈവകൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ച് കഷ്ടതയെ സംബന്ധിച്ചുള്ള 1-2 കാര്യങ്ങൾ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അടിവരയിട്ടോണ്ട്. ദൈവഹിതമെങ്കിൽ പ്രാർത്ഥിക്കാൻ മാറുമോ? പാർട്ടിക്ക് കൃപയില്ലാതിട്ടാണോ? വിശ്വാസികൾ കൈകറിയില്ലാതിട്ടാണോ? നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് അത് ദൈവഹിതമാണെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ. അത് തിന്മ ചെയ്യരുതെന്ന്, ക്ഷമിക്കരുതെന്ന്, തലവിധിയാന്ന് പറയരുത്. പാർട്ടിക്ക് കൃപയില്ലാതെ പറയരുത്. ദൈവം നമുക്ക് തന്ന ആ കഷ്ടത ദൈവഹിതമായതുകൊണ്ട് അത് അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറെ നല്ലത്. അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. തന്റെ തെറ്റിനല്ല, തന്റെ പാപത്തിനല്ല, തന്റെ വായില് തെറ്റായ വാക്കുകൾക്കല്ല തല്ലുകൊണ്ടത്. നമുക്ക് വേണ്ടി യേശു, നീതിമാനായ യേശു, നീതികെട്ടവനായ നമുക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം സഹിച്ചു. നാം അവന്റെ കാഴ്ചയോട് പിൻപറ്റുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. കഷ്ടതയുടെ മാതൃക, കഷ്ടതയെ ഓർക്കം ചെയ്യുന്ന മാതൃക, കഷ്ടതയെ നേരിടുന്ന മാതൃക യേശു വെച്ചു പോയി. 4:1 യേശു ക്രിസ്തു ജനത്തിൽ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് ആ മനോഭാവം, യേശുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നമുക്കും ഒരു മനോഭാവം ഉണ്ടാകണം. ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ സഭയിൽ പെട്ടെന്നല്ലേ അറിയിക്കും. പാസ്റ്റർമാരെ എല്ലാം വിളിച്ചു പറയും, ഒരു നാട്ടിൽ വിളിച്ചു പറയും, അതിലെ വിളിച്ചു പറയും, ഇതിലെ പറയും, ബഹളോ ചെറിയൊരു പ്രശ്നം. ക്രിസ്തു ജനത്തിൽ കഷ്ടം സഹിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. കഷ്ടം സഹിക്കാനുള്ള മനോഭാവം. കർത്താവ് തന്നെ കഷ്ടത, ദൈവഹിതപ്രകാരം എന്ന കഷ്ടത സഹിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അതിനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാണ് കഴിയും. ആ കഷ്ടത നമ്മെ കീഴടക്കത്തില്ല. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ കഷ്ടത്തെ ജയിച്ചു, ഞാൻ പോരിനെ ജയിച്ചു, ഞാൻ ലോകത്തെ ജയിച്ചു. അത് നിങ്ങൾക്കും സത്യം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ട്. 4:16 വായിച്ചാൽ ഭാഗപ്പെടാം. ക്രിസ്ത്യാനിയായിട്ട്
കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് നമുക്ക് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന എല്ലാ കഷ്ടവും ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല. എന്നാൽ ചില സമയങ്ങളിൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം നമുക്ക് കഷ്ടം വരുമ്പോൾ അതിന് മുമ്പിൽ ആശ്ചര്യപ്പെട്ടു പോകരുത്, പതറിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ദൈവത്തെ കൈവിടാൻ തള്ളിപ്പോകാൻ കാരണമാകരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. ഈ പ്രതികൂലത്തിനായി സ്തോത്രം, ഈ കഷ്ടതയ്ക്കായി സ്തോത്രം. ഓരോ ശീലാസം ഫിലിപ്പിയ പട്ടണത്തിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ശീലാസം ഓരോ പ്രവർത്തില്ല. മക്കതോന്നി ഇവിടെ കിട്ടി വന്നിട്ട് പരിസരവും പറയാൻ ആളില്ലാഞ്ഞിട്ടും ക്രിസ്ത്യാനികളുടെ കൂട്ടമില്ല, യഹൂദിന്റെ കൂട്ടമില്ല. അവിടെ അടികെട്ടി ജയിലിനകത്ത് ഇറക്കുമ്പോൾ അവർക്ക് നിരാശയല്ല. അവർ അതിനായിട്ട് സ്തോത്രം ചെയ്തു. ആ സ്തോത്രത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആത്മനിർഭരമായിട്ട് മാറി. അവിടെ അത്ഭുതം നടന്നു. അതിന്റെ പിന്നിലുള്ള ദൈവോദ്ദേശം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആ കാരാഗ്രഹമായിട്ടുള്ള മാനസാന്തരം. അതിന്റെ തലേ ദിവസം അന്ന് പകല് വെളിച്ചപ്പാടത്തി മാനസാന്തരപ്പെട്ടു. അതിന്റെ തലേ ദിവസം ഒരു ഹൃദയ മാനസാന്തരപ്പെട്ടു, ഒരു കുടുംബം മാനസാന്തരപ്പെട്ടു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിന്റെ മുമ്പിൽ ക്ഷീണിച്ചു പോകരുത്. ക്രിസ്ത്യാനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുത്. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, 3-ാം അധ്യായത്തിന്റെ 1 പത്രോസ് 3-ന്റെ 9-ാം വാക്യം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. എന്തിനാണ് നമ്മെ ദൈവം വിളിച്ചത്? Why we are called? We are called for blessing. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് തരാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. പ്രയാസവും കഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കത്തില്ല. ഇതിന്റെയൊക്കെ സമാപ്തിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം തരാനാണ്. നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാക്ഷി കേൾക്കുമ്പോൾ അറിയാം. പ്രിയമുള്ളവരെ, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് നാട്ടിലൊരു സ്ഥലം വാങ്ങാൻ പറ്റി. ദൈവം എന്നെ അനുഗ്രഹിച്ചു, കല്യാണം കഴിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ കിട്ടി. അപ്പൊ പറയുന്നത് സന്തോഷത്തോടെ ആണെങ്കിൽ പോലും പറഞ്ഞതല്ലേ എന്തോ ഭൗതിക കാര്യങ്ങളല്ലേ. ഈ ഭൗതിക കാര്യം അപ്പുറത്തെ മുസ്ലിമിനും ഇപ്പുറത്തെ ഹിന്ദുവിനും ഇല്ലേ? ഇത് ഭൗതിക നന്മയാണ്. ദൈവത്തെ സേവിക്കുന്നവർക്കും സേവിക്കാത്തവർക്കും കിട്ടും. അവർ നന്ദി പറയാറില്ല. നമ്മള് നന്ദി പറയുന്നതുകൊണ്ട് നല്ല കാര്യം, കുഴപ്പമില്ല. അങ്ങനെ പറയുന്നതിന് ഞാൻ വിമർശിച്ചതല്ല. നമുക്കുള്ള തെറ്റിദ്ധാരണയെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ തെറ്റിദ്ധാരണ? ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവികമായ അനുഗ്രഹം. ഇത് ഉത്തമ ഭക്തന്മാർക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ ആളുകൾ ഭൗതിക നന്മകൾ ധാരാളം ഉണ്ടായിട്ടും അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആട്, മാട്, വെള്ളി, പൊന്ന് ഈ വകയിൽ ബഹുസമ്പന്നൻ 318 അഭ്യാസികളായ സെക്യൂരിറ്റി ഗാർഡുകളെ വീട്ടിൽ വെച്ച് സ്വകാര്യ സൈന്യത്തെ വെച്ച് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന അബ്രഹാമിന് ദൈവത്തിന് സ്തോത്രം. ഇത് ഭൂമിയിൽ ഒന്നും കിട്ടാനില്ല. എല്ലാം ഉണ്ടെങ്കിലും അവരോ അധികം നല്ലതിന് ഇതെല്ലാം ഭൂമിയിലെ എല്ലാം വീട്, കാറ്, സ്വത്ത്, ഭാര്യ, മക്കൾ നല്ലത്. എന്നാൽ ഇതൊന്നും അധികം നല്ലതല്ല. അവരോ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അപ്പൊ സ്വർഗീയമായതാണ് ദൈവിക അനുഗ്രഹങ്ങൾ. വേദനകരത്തിൽ പൗലോസ് പറയുമ്പോൾ സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലോ ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലോ. ഇവിടെ വീടില്ലെങ്കിലും ആ ആത്മീക അനുഗ്രഹം ദൈവം നമുക്ക് തരും. ഇവിടെ കാറില്ലെങ്കിലും പേടിക്കേണ്ട, സ്വർഗീയ ആത്മീക അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണ്. തിരിച്ചറിയാം. ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഭൗതിക നന്മകൾക്ക് വേണ്ടി അനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനുവേണ്ടിയുള്ള പരാക്രമത്തിന് വേണ്ടി ഓടുന്നത്. ആവശ്യത്തിനുള്ളത് ഉണ്ടായാലും പരാക്രമത്തിന് പോകുന്നത് ഇത് അനുഗ്രഹമാണെന്ന് കരുതുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ആളുകളിൽ വലിയ ത്വര കയറിയിട്ടുണ്ട്. അതിനെ കുറച്ച് കൺട്രോൾ വരുത്തിയാൽ ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായാൽ, ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായാൽ അത് ആത്മീയ ജീവിതത്തിൽ നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. യു വാണ്ട് ടു ബ്ലെസ്,
Why? You are called for blessings. നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. മനസ്സുകൊണ്ട് പോലും ശ്രമിക്കരുത്, പാരപണിയരുത്. അവർക്ക് ദോഷമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ഡയലോഗ് തട്ടി വിടരുത്. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാകുന്ന ഒന്നിലും വിശ്വാസികളായ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടാകുന്ന ഒരു കാര്യത്തിലും നമ്മൾ നിസ്സാരമായി കരുതി സംസാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അവരെ അനുഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ദൈവം. നമ്മെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് we want to bless each other. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വിളിച്ചത് കൊണ്ട് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കാൻ തടസ്സം മാറാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. You are called for blessing. Therefore you want to bless others. മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. സഹോദര ദൈവത്തിനെ അനുഗ്രഹിക്കണം, സഹോദരി ദൈവത്തിനെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ വിധിക്കില്ലാതെ നമുക്ക് കഴിയണം. എന്താ കാര്യം? ദൈവം എന്റെ ഒന്നുമില്ലായ്മയിൽ വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിക്കാൻ വിളിച്ചതുകൊണ്ട്. ലാസ്റ്റ് വൺ ഒരു കാര്യം കൂടെ എന്തിനാ വിളിച്ചത്? 5-10 വാക്യം. 5-10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ഒന്നോത്തുകാരെ ഗ്രാസക്കാരെയും ഈ സഭയിലുള്ള നിയമങ്ങളെ, നിങ്ങളെ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. ഇതിനെ വിളിച്ചിരിക്കുന്നത് we are called for eternal glory. നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇവിടെ വിളറിയും വാടിയും കരിവാളിച്ചും കറുത്തും ഉണങ്ങിയും ക്ഷീണിച്ചും ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന് വിളിയുണ്ടെങ്കിൽ അത് അല്പനേരത്തേക്കേ ഉള്ളൂ. കഷ്ടത, കരിവാളിപ്പ്, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, കടം, ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ മാറും. നാം രൂപാന്തരം പ്രാപിക്കും. നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മെ ദൈവം വിളിച്ചത് ഇവിടെ അവസാനിപ്പിക്കാനല്ല, ഈ മണ്ണിൽ തീർന്നു പോകാനല്ല, നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുക. ഇതേക്കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാനിടുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ, ഇവിടുത്തെ പ്രതികൂലങ്ങൾ സാരമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മിൽ വെളിപ്പെടാൻ ഒരു വലിയ തേജസ് വെളിപ്പെടാൻ പോകുന്നു. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്താൻ അവനോട് സദൃശന്മാർ ആക്കാൻ പോകുന്നു. അതാണ് നമ്മുടെ വിളി. നമ്മൾ ദൈവം നമ്മെ വിളിച്ച വിളി ഒന്ന്, വിശുദ്ധ ജീവിതത്തിനോട് വിളിച്ചു, സാക്ഷ്യം നിർവഹിക്കാൻ വിളിച്ചു, കഷ്ടം സഹിക്കാൻ വിളിച്ചു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചു, ഒപ്പം മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും വിളിച്ചിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റിൽ നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി കർത്താവിന് വേണ്ടി വിശ്വസ്ത ജീവിതം നയിക്കാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ഇവിടെ ഉള്ള എല്ലാ ദൈവമക്കളെയും കർത്തൃദാസന്മാരെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാളെ വൈകി നടക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ ഒരിക്കലും കൂടെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു.